നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ടെഹ്റാൻ. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനെയി അമേരിക്കക്കെതിരായ ആഖ്യാനാത്മക യുദ്ധം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ടെഹ്റാനിൽ ഇന്ന് നടന്ന വലിയ ജനസമ്മേളനത്തിൽ ഖാംനെയി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങളോടൊപ്പമുള്ള ചരിത്രം തിരിച്ചടിക്കാനുള്ള സമയമാണിത്. അമേരിക്കയുടെ ഉഗ്രതയ്ക്കും ഇരട്ട നീതിക്കും ഇനി മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പിന്മാറില്ല. യുദ്ധം തുടങ്ങി. 2025 ജൂൺ 21 അമേരിക്കൻ സേന ഇറാനിലെ 3 ആണവ ശക്തി കേന്ദ്രങ്ങളിൽ ആധുനിക ബോംബുകൾ ഉപയോഗിച്ച് അപ്രഖ്യാപിതമായ വ്യോമാക്രമണം നടത്തി. ഇതിനോടകം തന്നെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ പല പ്രസ്താവനകളിലൂടെ യുദ്ധം ആരംഭിച്ചു എന്നത് വാശിയോടെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് തെഹ്റാനിൽ ഖാംനെയുടെ ഔദ്യോഗിക പ്രസ്താവനയോടെ ഇറാന്റെ യുദ്ധ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ ദൃഢതയോടെ മുന്നോട്ട് വയ്ക്കുന്നു. ഖാംനെയുടെ പ്രസ്താവനയുടെ പ്രധാന ഭാഗങ്ങൾ: അമേരിക്കൻ ആധിപത്യം മുസ്ലിം ലോകത്തെ ചൂഷണം ചെയ്യുകയാണ്. ഇന്ത്യ, ചൈന, റഷ്യ, ഗൾഫ് രാഷ്ട്രങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇറാൻ മൗനം പാലിക്കില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസ് പ്രതികരിച്ചത്: ഇത് വെറും വാചക പ്രഖ്യാപനമാണ്. യുദ്ധം തുടങ്ങിയിട്ടില്ല. അതിന് ഇറാന് സാധിക്കില്ല. റഷ്യ, ചൈന, ടർക്കി ഇറാന്റെ സമീപത്തെ പിന്തുണയ്ക്കാനാണ് സാധ്യത. UN സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി ചേർന്നേക്കും. ഇസ്രായേൽ അതീവ ജാഗ്രതയിൽ. സൈനികർ അതിർത്തിയിൽ പുനഃസംഘടിച്ചു. ഭാവി സംഭവ വികാസങ്ങളെക്കുറിച്ച് NBN ഇന്ത്യയുടെ നിരീക്ഷണം. ഹോർമോസ് സ്ട്രൈറ്റ് വഴി എണ്ണക്കപ്പലുകൾ തടയപ്പെടുമോ? ഇറാന്റെ കടുവൻ കൂട്ടുകാർ യുദ്ധരംഗത്ത് ചേരുമോ? അമേരിക്കയുടെ ഉത്തര പ്രതിസന്ധി 2 ആഴ്ചക്കുള്ളിൽ കോൺഗ്രസിൽ. NBN ഇന്ത്യ വിലയിരുത്തൽ: ഖാംനെയുടെ പ്രസ്താവന വെറും യുദ്ധധ്വനിയല്ല. ഇത് പുതിയ രാഷ്ട്രീയ സൈനിക പരിമിതികൾ ഉണ്ടാക്കുന്ന വാക്കുകളിലൂടെയുള്ള വെട്ടിയൊച്ച ആണെന്നതിൽ സംശയമില്ല. അടുത്ത 72 മണിക്കൂറുകളിൽ തന്നെ ഗൾഫ് മേഖലയെയും ആഗോള വിപണിയെയും ഒരിക്കലും മറക്കാനാകാത്ത തരത്തിൽ തിരിച്ചുവടിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ